ആയിരം കാതമകലയാണെങ്കിലും മായാതെ മക്കാ മനസ്സിൽ നിൽപ്പൂ. ആയിരം കാതമകലയാണെങ്കിലും മായാതെ മക്കാ മനസ്സിൽ നിൽപ്പൂ. ലക്ഷങ്ങളെത്തി നമിക്കും മദീന അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം സഭാമാർവാമലയുടെ ചോട്ടിൽ സാഫല്യം തേടി തേടിയൊരെല്ലാം. തണലായി തുണയായി സംസം കിണറിന്നും അണകെട്ടി നിൽക്കുന്നു പുണ്യതീർത്ഥം. തണലായി തുണയായി സംസം കിണറിന്നും അണകെട്ടി നിൽക്കുന്നു പുണ്യതീർത്ഥം. കാലപ്പഴക്കത്താൽ മാറ്റാൻ കഴിയുമോ ബിലാലിൻ സുന്ദര ബാങ്കോലികൾ? ഖുറാന്റെ കുളിരിടും വാക്യങ്ങൾ എന്നോട് കരളിലെ കറകൾ കഴുകിടുന്നു. ആയിരം കാതമകലയാണെങ്കിലും മായാതെ മക്കാ മനസ്സിൽ നിൽപ്പൂ. തിരുനബിയുര ചെയ്ത സാരോപദേശങ്ങൾ അരുളട്ടിഹ പരാനുഗ്രഹങ്ങൾ. തിരുനബിയുര ചെയ്ത സാരോപദേശങ്ങൾ അരുളട്ടിഹ പരാനുഗ്രഹങ്ങൾ. എന്നെ പുണരുന്ന പൂനീലാവേ, പുണ്യറസൂലിൻ തിരുവൊളിയേ, അള്ളാവേ നിന്നരുളൊന്നു മാത്രം തള്ളല്ലേ നീ എന്നെ തമ്പുരാനേ. ആയിരം കാതമകലയാണെങ്കിലും മായാതെ മക്കാ മനസ്സിൽ നിൽപ്പൂ. ലക്ഷങ്ങളെത്തി നമിക്കും മദീന അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം സഭാമാർവാമലയുടെ ചോട്ടിൽ സാഫല്യം നേടി തേടിയൊരെല്ലാം. സാഫല്യം നേടി തേടിയൊരെല്ലാം. അല്ലാ അമൃത ടിവിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമ്മളുടെ എല്ലാവരുടെയും ബക്രീദ് ആശംസകൾ. ഇത് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരെ വെൽക്കം ടു ക്യൂട്ടി ദ ഹാൻഡ് വാഷ് പ്രസൻസ് കോമഡി മാസ്റ്റേഴ്സ്, കോ പ്രസന്റഡ് ബൈ വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ്, പവർഡ് ബൈ അമൃതവേണി ലൈസ് കിറ്റ്, കോ പവർഡ് ബൈ രാജകുമാരി ഗ്രൂപ്പ്. അർജുൻ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ അഞ്ചുപേരും ചെയ്യേണ്ട ഒരു കാര്യം നന്നായിട്ടൊന്ന് തള്ളി മുളി കയറ്റുക. ഇല്ല, ഞങ്ങൾ തള്ളേണ്ട ആവശ്യമില്ല. നീ ഓൾറെഡി കിഡിലമായിരുന്നു. അതായത് ഒരു ചന്ദ്രൻ ഉദിച്ച് നിൽക്കുന്ന പോലെ നീ ഇപ്പൊ നിൽക്കുന്നത്. നല്ല അർജുൻ ഭയങ്കര ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം. ബാങ്ക് വിളി നമുക്ക് ഡയറക്റ്റ് കേട്ട പോലെ ഉണ്ടായിരുന്നു. എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡിവോഷണൽ ഒരു മുസ്ലിം സോങ് പാടാനുള്ള ഒരു ചാൻസ് എനിക്ക് കിട്ടുന്നത്. ഒരു സ്റ്റേജിലും പാടിയിട്ടില്ല. അതിന് അള്ളാഹുവിന് നന്ദി.
ചേട്ടാ ഈ വലിയ പെരുന്നാളെ നിങ്ങളുടെ ജീവിതത്തിലെ വലിയ വഴിത്തിരിവാകട്ടെ. നിന്റെ നാവ് പൊന്നാവട്ടെ. അല്ല അത് മാത്രമല്ല, നമ്മുടെ ഈ ബക്രീദ് ദിന എപ്പിസോഡിന് ഇത്രയും നല്ല ഓപ്പണിംഗ് തന്നതിന് അർജുനും ഡാൻസേഴ്സിനും കുട്ടികൾക്കും വലിയൊരു കൈയടി. സത്യം. അല്ലെങ്കിലേ എല്ലാ പെരുന്നാളിനും നമ്മൾ എന്താ ചെയ്യുന്നത്, കുറെ ലഡു ഒക്കെ ആയിട്ട് നമ്മൾ തന്നെ പോകും, നമ്മൾ തന്നെ കഴിക്കും. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് ഇതൊരു പുതിയ വിരുന്നാണ്. എടാ വിരുന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. നീ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കേ. ഈ ചേച്ചിമാരെ നിനക്ക് പരിചയമുണ്ടോ? ഇത് നമ്മുടെ ഇത്തമാര്. ആ ഈ പരിചയമുള്ളൂ. നമ്മുടെ മലബാറിലെ ആനീസ് കിച്ചണിൽ പങ്കെടുത്ത ചേച്ചിമാരാണ്. ഇവരെന്തായാലും വെറും കൈയോടെ വരുവോ? കൈയോടെ അല്ല വന്നിരിക്കുന്നത്. പക്ഷേ ഇവരിത്തവണ ബിരിയാണിയും കൊണ്ടല്ല വന്നത്, സ്വീറ്റ്സും കൊണ്ടാണ്. എല്ലാ തവണ ഇവര് സ്വീറ്റ്സ് ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം എന്തൊക്കെയാണ് ഇവര് നമുക്ക് കൊണ്ടു തന്നത്. ഇത്തവണ എന്നെ കണ്ടപ്പോഴേ പറഞ്ഞു ഒരുപാട് പലഹാരങ്ങളുണ്ട്, വയറൊക്കെ ഇങ്ങനെ ഒഴിച്ച് ഫ്രീ ആക്കി ഇട്ടേക്കാൻ. വയറാണെന്നാണ് അവര്. കൊള്ളായിരുന്നു നോക്കിൽ. നല്ലൊരു ചിരിപ്പടക്കമായിരുന്നു നീ ഇവിടെ ഇപ്പൊ പൊട്ടിച്ചത്. ഇത് പറഞ്ഞപ്പോഴാണ് അവര് നമുക്ക് വേണ്ടി മധുരം കൊണ്ടുവന്നെങ്കിൽ തിരിച്ച് നമുക്ക് ചിരി മധുരം കൊടുത്താലോ? കുടുംബക്കാരെ വിളിക്കണ്ടേ? നമുക്ക് ആദ്യം തന്നെ സ്കിറ്റ് കാണുന്നു. നമ്മുടെ ഫാമിലി സ്കിറ്റ്. യാ പ്രിയരെ, കഴിഞ്ഞ വർഷം ഞങ്ങൾ സ്ഥലപ്പേരുകൾ കോർത്തിണക്കി അവതരിപ്പിച്ച നാടകം ഇരു കൈകൾ നീട്ടി സ്വീകരിച്ച നിങ്ങൾക്കിടയിലേക്ക് ആഹാര സാധനങ്ങളുടെ പേരുകൾ കോർത്തിണക്കിയ ഒരു പുതിയ നാടകവുമായി ഞങ്ങൾ എത്തുകയാണ്. സ്വാദിഷ്ടമായ ഈ നാടകം കൈകൾ കഴുകി ഉണ്ടാസ്വദിച്ചാലും, ക്ഷമിക്കണം, കണ്ടാസ്വദിച്ചാലും. ഞങ്ങളുടെ നാടകത്തിന്റെ പേര് പൊതിച്ചോറും ബൊഫയും പിന്നെ അന്നദാനവും. അന്നദാനവും പൊതിച്ചോറും പിന്നെ ബൊഫയും. നെയ്യപ്പം 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 നെയ്യപ്പം. ചട്ടിച്ചോറ് കഴിക്കാത്തവരുണ്ടോ? ചട്ടിച്ചോറ് കഴിക്കാത്തവരുണ്ടോ? ഭാഗ്യം, നിങ്ങൾ എല്ലാവരും ഉണ്ട സ്ഥിതിക്ക് ഇനി ഞങ്ങൾ ഉണ്ടോളാം. മോളെ ബോളി അച്ചപ്പം. അച്ഛാ, എന്താണ് അച്ഛാ ആസ്ഥാനത്തൊരു ബൊഫേ? ആഹാര സാധനങ്ങളുടെ പേര് വെച്ചുകൊണ്ടുള്ള നാടകമല്ലേ മോളെ? അതെ. ബൊഫേ ആവുമ്പോ എല്ലാ ആഹാരവും ഉണ്ടല്ലോ. അച്ഛൻ ഈ സന്ധ്യാസമയത്ത് എവിടെ പോയിരുന്നു? ഞാൻ അയൽക്കാരനായ സമൂസയുമായി ചെറിയൊരു സംഭാരം. അച്ഛനോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് അയൽക്കാരായിട്ടുള്ള സമൂസയുമായി സംഭാരം നടത്തരുതെന്ന്. ഞാൻ ഒന്നിനും പോയതല്ല മോളെ. ഞാൻ അതുവഴി നടന്നു പോയപ്പോൾ അവന്റെ ചെറിക്കിട്ടൊരു കുത്ത്. എന്നിട്ട് അവൻ എന്നോട് റൈസ് ആയടി റൈസ്. അപ്പൊ അച്ഛൻ എന്ത് ചെയ്തു അച്ഛാ? ഞാൻ അവനോട് ഫ്രൈഡ് റൈസ് ആയി. ഫ്രൈഡ് റൈസ്. ദൈവമേ, ഈ വാഴയ്ക്കൊപ്പം എന്ന് തീരുമെന്ന് അറിയില്ലല്ലോ. മോളെ, എനിക്ക് തോന്നുന്നത് ഇതിനൊരു പലഹാരമില്ലെന്നാ. ഉണ്ടച്ചാ, പരിഹാരമുണ്ടച്ചാ. അച്ഛൻ ഈ സമൂസയോട് ഒരു സ്ട്രോബെറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ശരിയാ മോളെ, ഞാൻ അവനൊരു ഷേക്ക് കൊടുത്തിട്ട് ഒരു സ്ട്രോബെറി പറയാം. അച്ഛന്റെ ഷെയ്ക്ക് കൊണ്ട് ഈ സമൂസ കൂൾ ഡ്രിങ്ക്സ് ആയാൽ ഭാഗ്യം. എന്തു പറ്റിയച്ചാ? എന്റെ കാലിലെ ബിരിയാണിക്ക് ഒരു കുറവുമില്ല. അച്ഛാ, അച്ഛനോട് ഡോക്ടർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അച്ഛന്റെ കാലിന്റെ മുട്ട റോസ്റ്റ് വയ്യാത്തത് കൊണ്ട് ഒരു ദിവസമെങ്കിലും ബ്രെഡ് റോസ്റ്റ് ചെയ്യണമെന്ന് അച്ഛനോട് പറഞ്ഞിട്ടില്ലേ? ബെഡ് റോസ്റ്റ് എടുക്കണം മോളെ, ബെഡ് റോസ്റ്റ് എടുക്കണം. കാരണം അച്ഛന് കൊപ്രായമായി വരികയല്ലേ. ശരിയാച്ചാ, അച്ഛന്റെ തലമുടിയൊക്കെ വെളുത്തുള്ളി പോലെ വെളുത്തു. ഇങ്ങനെ പോയാൽ അച്ഛന്റെ മുടിയൊക്കെ കൊഴിഞ്ഞ് നല്ല കശുവണ്ടിയാകുമടി. കശുവണ്ടി. അച്ഛാ, കശുവണ്ടി ആയാലും എന്റെ അച്ഛനെ കാണാൻ ഭയങ്കര രസമാ. അത് കൊള്ളാം. അച്ഛാ, ഒരു കാര്യം പറയാൻ മറന്നു. എന്താ മോളെ? ബാങ്കിൽ നിന്ന് വിളിച്ചിരുന്നു. എന്തിനാ മോളെ? അച്ഛന്റെ 2 ലഡു പെൻഡിങ് ഉണ്ട്. ഈശ്വര, അതെങ്ങനെ ശരിയാകും? കണക്കുകൾ മയോനൈസ് ചെയ്ത് നോക്കുമ്പോൾ എന്റെ എല്ലാ അടകളും കറക്റ്റാടി. എന്റെ എല്ലാ അടകളും കറക്റ്റാ.
അച്ഛാ അടയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വൈകുന്നേരം അച്ഛന് വെച്ച് തന്ന അടപ്രഥമനെ പറ്റി അച്ഛൻ ഒന്നും പറഞ്ഞില്ല. അടപ്രഥമൻ അടുക്കി പിടിച്ചത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അത് കഴിച്ചതിന് ശേഷം എന്റെ വയറിനകത്തൊരു രസഗുള. അയ്യോ എന്ത് പറ്റി അച്ഛാ? ഒന്ന് കുബൂസിൽ പോയാൽ അതങ്ങ് മാറും. അച്ഛാ പുറത്തുള്ള കുബൂസിലേക്ക് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. നല്ല വിഷമുള്ള സ്നാക്സുകളുണ്ട്, ചെറുകടികൾ കിട്ടാൻ സാധ്യതയുണ്ട്. അച്ഛൻ സൂക്ഷിച്ചോളാം മോളെ. അധിക നേരം ഇനി അച്ഛൻ ഇവിടെ നിന്നാൽ നീ പല ശബ്ദങ്ങളും കേട്ടെന്ന് വരും. എന്ത് ശബ്ദമാണ് അച്ഛാ? ബർഗർ എന്ന ശബ്ദം. അയ്യോ അച്ഛാ അയ്യോ അച്ഛാ ഓ അച്ഛന്റെ 2 റൊട്ടികൾ പുറത്ത് അലക്കിയിട്ടിട്ടുണ്ട്. എടുത്തോളാം. അച്ഛൻ വരുമ്പോൾ അത് എടുക്കാൻ മറക്കരുത്. മറക്കില്ല. ഒപ്പം എന്റെ 2 ജോഡി സോസും ഉണ്ട്. മോളെ എന്നെ ഒന്ന് വിട്, എല്ലാം എടുത്തോളാം ഞാൻ. ഓൺലൈനിൽ ദോശ ഓർഡർ ചെയ്തിട്ട് ഇതുവരെ വന്നില്ലല്ലോ. ദോശ നല്ലൊരു ദോശ വേണോ, ദോശ തിന്നാൻ ആശയുണ്ടോ, ദോശ എന്നൊരു പേര് കേട്ടാൽ നാക്കിലൂടൊരു കപ്പലോടും ആശയുണ്ടോ ഒരു ദോശ തിന്നാൻ. മിസ്റ്റർ സുഹിയൻ, ആ മാസ്ക് ഒന്ന് മാറ്റൂ. ശ്ശോ. എത്ര മാസ്ക് ഇട്ട് വന്നാലും എങ്ങനെയാ നിന്നെ തിരിച്ചറിയുന്നേ? അതെ, എന്റെ സുഹിയൻ ഏത് ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞു വന്നാലും എനിക്ക് തിരിച്ചറിയാൻ കഴിയും. ബോളിക്ക് എന്നെ അത്രക്ക് ഇഷ്ടമാണോ? നീ എന്റെ ജിലേബിയല്ലേ? നീ എന്റെ പഞ്ചാരയല്ലേ? നീ എന്റെ ശർക്കരയല്ലേ? നീ എന്റെ കൽക്കണ്ടല്ലേ? നീ എന്റെ തേനല്ലേ? നീ എന്റെ ചക്രവരട്ടിയല്ലേ? നീ എന്റെ മുന്തിരിയല്ലേ? നീ എന്റെ മുന്തിരി കൊത്തല്ലേ? നീ എന്റെ ഉണക്ക മുന്തിരിയല്ലേ? ഞാൻ ഉണക്ക മുന്തിരിയാണോ? എന്റെ ടച്ചിങ്സ് നിനക്ക് പിക്കിളായിട്ട് തോന്നുന്നുണ്ടോ? എന്റെ ടച്ചേഴ്സ് എനിക്ക് പിക്കിളാവുന്നുണ്ട്. പിക്കിളായി അവസാനം എക്കിളാവും. ഇങ്ങനെ എക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 2 മക്കളാവും. മക്കളാവണമെങ്കിൽ നമ്മൾ കപ്പിളാവണം. കപ്പിളാക്കാനാണല്ലോ ഞാൻ വന്നിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യ്, നമുക്കകത്ത് പോയി ഈ ദോശ ചൂടോടുകൂടി റൊമാലിയിൽ പോയിരുന്ന് ആരും കാണാതെ കഴിക്കാം. പോകാം. നിന്റെ മസാല ദോശ കയ്യിൽ വെച്ചാ മതി. അപ്പൊ ഇന്നത്തെ കിസ് മിസ്സായി. നിന്റെ മസാല ബോണ്ട കൂടുന്നുണ്ട്. ഒരു ഫ്രഞ്ച് ഫ്രൈസെങ്കിലും താ. നല്ല കുനാഫ വെച്ച് തരൂ കേട്ടോ. എന്താ കുനാഫ. പോടി കുഴിമന്തി. നീ പോട മുളക് ബജി. കടുകിട്ട് വറുത്തൊരു കടക്കെണ്ണുമായി തിരിച്ചിട്ടും മറിച്ചിട്ടും കുളിച്ചിട്ടും മരിച്ചിട്ടും കുളിപ്പിച്ചു കിടത്തല്ലേ കൊടുക്കപ്പെണ്ണേ. ഹാത്ത് നീ വളഞ്ഞാലുടനെ അറ്റാക്ക് കത്തി കയറുന്ന കണക്കുള്ള പോക്ക് മത്തു പിടിച്ചിട്ട് കറങ്ങുന്ന വാക്ക് കരിമ്പിന്റെ രസഗുള നീതല്ലേ സുരത്തിന്റെ സരിഗമ നീതല്ലേ. അയ്യോ നിന്റെ അച്ചാർ വരുന്നു. എങ്ങോട്ടെങ്കിലും കൊക്കോ. എങ്ങോട്ട് കൊക്കാൻ? എങ്ങോട്ടെങ്കിലും കൊക്കോ. അയ്യോ സുഖിയൻ, ഞാൻ പൊക്കോട്ടെ. സുഖിയൻ നീ പോണ്ട, എങ്ങോട്ടും പോണ്ട. പൊറോട്ട വാ, പൊറോട്ട വാ. വാടാ 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 വടയ്യ വാടാ വടയ്യ വാടാ വടയ്യ. ട്രെയിനിൽ കയറിയ പോലെ തോന്നി മോളെ. അത് പിന്നെ നീ വീടടുത്ത് കിടന്ന് ഉരുളക്കിഴങ്ങ് കളിക്കണ്ട. കുറച്ചു ദിവസമായി നീ വീടിന്റെ ചുറ്റുപാടും കിടന്ന് കറങ്ങിയപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. ഷവായി ചില്ലുകുട്ടിൽ കിടന്ന് ചിക്കൻ കിടന്ന് കറങ്ങുന്നത് പോലെ ഇവന്റെ ഒരു കറക്കം. അപ്പോഴെനിക്ക് മനസ്സിലായതാ നിങ്ങൾ തമ്മിൽ സാൻഡ്വിച്ച് ആണല്ലേ. അത് പിന്നെ ബെറോട്ടയും ബീഫും പോലെ, കപ്പയും മീൻകറിയും പോലെ, ചോറും സാമ്പാറും പോലെ, ദോശയും ചമ്മന്തിയും പോലെ. അയ്യോ കൊതിപ്പിച്ച് ചാക്കാല എടുക്കാതെ കാര്യം പറയടാ. എനിക്ക് അച്ഛൻ്റെ മകൾ ബോളിയെ ഇഷ്ടമാണ്. മോനെ നീ പറഞ്ഞത് സദ്യയാണോ? 1-ാം തരം
ആറന്മുള സദ്യ. പക്ഷേ നിന്റെ പപ്പായ ഈ കിച്ചടി അറിഞ്ഞാൽ എതിർക്കില്ലേ? ആർക്ക് വേണം പപ്പായയുടെ സമ്മതം? നിനക്കൊരു കാര്യം അറിയോ? എനിക്ക് 5 ഏക്കറിൽ ഒരു വലിയ അൽഫാമുണ്ട്, പോരെങ്കിൽ 2 ബീൻസ് കാറുമുണ്ട്. അത് ഞാൻ വിട്ടിട്ടാണെങ്കിലും ബോളി ഞാൻ പൊന്നുപോലെ നോക്കും. ബോളിക്ക് ഒരു കുറുമയും ഞാൻ ഉണ്ടാക്കില്ല. മോനെ, എനിക്ക് സർബത്തായിട്ട് ഈ മോള് മാത്രമേ ഉള്ളൂ. നീ പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ ഇന്നു മുതൽ നീ അവക്കാടോ. അങ്ങനെയാണെങ്കിൽ ഞാന് ഈ കാറ്ററിംഗ് അവളെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കട്ടെ? കൈതച്ചക്ക. കൈതച്ചക്കയോ? അല്ല, കൈതാച്ചക്ക. എന്നാൽ ഞാൻ കാറ്ററിംഗ് ഇട്ട് കൊടുക്കാം. വിളമ്പടാ, വിളമ്പ്, നല്ല നെയ്യ് കൂട്ടി വിളമ്പടാ. അപ്പോ കാറ്ററിംഗ് സർവീസ് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പോയി അകത്ത് പോയി എന്തെങ്കിലും മിണുങ്ങാം. മിണുങ്ങാം മച്ചാ. കഴിക്കാനായി തൈരുണ്ടോ? ഒരു തൈരും ഇല്ല. ആണോ? അങ്ങനെയാണെങ്കിൽ ഉപ്പിട്ട് കുറച്ച് പച്ചച്ചോറുകൾ വാരി തിന്നാം. വാ, വാരി തിന്നാ പാടാ. നിന്നെ ഞാൻ ഉണ്ണിക്കാമടാ. അയ്യോ, പണക്കാരൻ എന്റെ പപ്പായ, പണക്കാരൻ എന്റെ പപ്പായ വരുന്നു. നിന്നോട് എത്ര പായസം ഞാൻ പറഞ്ഞിട്ടുണ്ടാ ഈ വീട്ടിൽ ഊണ് കഴിക്കരുതെന്ന്. ഞാൻ വീട്ടിൽ ഊണ് കഴിച്ച 5 സ്റ്റാർ ഹോട്ടൽ പോലുള്ള വീടുള്ള നീ ഈ തട്ടുകടയിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന മുളക് ചമ്മന്തി വെറുതെ കഴിക്കേണ്ട ആവശ്യം ഉണ്ടോടാ? എന്റെ ഈ പണക്കാരനായ പപ്പായോട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഇതാണോ നിന്റെ പണക്കാരനായ പപ്പായ? യെസ്. എനിക്ക് കണ്ടിട്ട് കാക്ക കൊത്തിയ പപ്പായ പോലെയാണ് തോന്നുന്നത്. എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്ക്. മനസ്സിലാക്കാം മിസ്റ്റർ. താങ്കൾക്ക് കുറച്ച് ക്യാഷ് ഉണ്ടായിരിക്കും, പക്ഷേ നിങ്ങളുടെ ഓളനും കാലനും ഇവിടെ നടക്കില്ല. അങ്ങനെ പലതും നടന്നാൽ എന്റെ വായിൽ നിന്ന് നല്ല പുളിശ്ശേരി കേൾക്കും. എന്റെ വായിൽ നിന്നും വരും നല്ല ചൂടുള്ള കറി. അങ്ങനെ എന്തെങ്കിലും ഒരു കറി നീ ഇവിടെ പറഞ്ഞാൽ നിന്റെ കൂട്ടുകറി ഇടിച്ച് ഞാൻ തെറ്റിക്കൂടാ. നീ ആരോടാടാ സംസാരിക്കുന്നേ? എടാ, ഞാനേ 10 കൊല്ലം ഗൾഫിലുള്ള ഷവർമ്മയാടാ, ഷവർമ്മ. മനസ്സിലായോടാ നിനക്ക്? മിസ്റ്റർ ഷവർമ്മ, അച്ചടി ഇച്ചടി പച്ചടിയൊക്കെ കുറെ കേട്ടതാണ്. പേടാ ഇറങ്ങി, പേടാ പണക്കാരൻ പാൽ പേടേ. ഇവന്റെ വായയിലുള്ള പച്ചക്കറി മുഴുവൻ കേട്ടപ്പോ നിനക്ക് സമാധാനായടാ? കേറി പോടാ എന്റെ വാനിലെ കേക്ക്. എന്ത് കേക്ക്? എന്ത് കേക്ക്? വെട്ട് കേക്ക്. വെട്ട് കേക്കോ? അല്ലാതെ ഞാൻ എന്ത് പറയാൻ? അച്ഛൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരിക്കലും കടിച്ചാൽ പൊട്ടാത്ത അരിയുണ്ട പോലെ ഉറപ്പുള്ളതാണ് ഞങ്ങളുടെ പ്രണയം. അതിങ്ങനെ ഹൈസ് പോലെ അലിയിച്ച് കളയാൻ എനിക്ക് സമ്മതമല്ല. ഞങ്ങളുടെ കല്യാണ സദ്യ എതിർത്താൽ ഏതെങ്കിലും ഫുഡ് പോയ്സൺ കഴിച്ച് ഞങ്ങള് ശവായിയാവും. എടാ, ഞാൻ നിന്റെ ഷവായി ആയിക്കോളാടാ. കണ്ട സപ്ലൈസ് വരൂ, വന്നിട്ട് ഇവന്റെ വയറ് നിറച്ച് വിളമ്പി കൊടുക്ക്. അയ്യോ എന്റെ പുൽസ്, അയ്യോ എന്റെ അജ്നാമുട്ട, ഓ എന്റെ കുണാഫ, ഫലൂഡ 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 ഫലൂഡ. മന്തി പറ. എനിക്ക് മന്തിയായി. എനിക്ക് മന്തിയായി. അച്ഛന്റെ ആഗ്രഹങ്ങളെ മൂസമ്പിയാക്കിയ നിനക്ക് ഇനി തട്ടുകടയിൽ ബുൾസായി അടിക്ക് ജീവിക്കാനേ പറ്റൂ. എന്നോട് മിൽക്കവിടെന്നോ? നിങ്ങള് ഇഞ്ചി ഇഞ്ചിയായി കൊത്തി കൊത്തി അരിഞ്ഞിട്ട് ആർക്കും വേണ്ടാത്ത, ഒന്നിനും കൊള്ളാത്ത ഈ കൊത്തു പൊറോട്ടയും കൂടെ എടുത്തോണ്ട് പോക്കോ. നിനക്ക് എന്നെ കല്യാണം കഴിക്കണ്ടേ? കശുവണ്ടി പരിപ്പില്ലാത്ത പാൽ പായസം എന്തിനു ഈ ബോളിക്കിരി വേണം? അല്ല, എനിക്കൊന്നും മനസ്സിലായില്ല. മനസ്സിലായില്ലേ? ഇല്ല. മനസ്സിലാവുന്ന വിധത്തിൽ പറഞ്ഞു തരാം. കോരി ഒഴിക്കാൻ മാവില്ലാത്ത ഈ വീട്ടിൽ എന്തിനാടാ ഇങ്ങനെ ഒരു ദോശക്കല്ല്? ഒന്നും കൂടിയും പറയോ? ലാൽബാബുവിന്റെ ജീവിതം ഇഞ്ചി. നമ്മൾ ഇനി ഇതാ ബക്രീദിന്റെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഒരു കിഡിലം പെർഫോമൻസ് ആണ് കാണാൻ പോകുന്നത്. കോമഡി എന്ന് പറഞ്ഞാൽ ഫുൾ കോമഡി ആയിരിക്കും. ചിരിക്കാൻ റെഡി ആയിക്കോ.
ഞാൻ ഇനി പറയാൻ പോകുന്ന ആ പേര് ചേച്ചി ഒരു കിടിലം പേരാണ്, ഒരു ബ്യൂട്ടിഫുൾ പേരാണ്. ഞാൻ പറയുന്നില്ല, ഞങ്ങളുടെ ബോയ്സ് അത് ഇടിവെട്ടായിട്ട് പറയും. Come on, boys. ഞാൻ പറയട്ടെ, അതിനു മുന്നേ ഇന്ന് ബക്രീദ് ആണല്ലോ, അതെ, അതെ. സ്പെഷ്യൽ ഡേ ആണല്ലോ. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ആള് ഒരു സ്പെഷ്യൽ ആണ്. കാരണം ഇത് കേരളത്തിൽ നിന്നല്ല വരുന്നത്, അങ്ങ് നോർത്ത് ഇന്ത്യയിൽ നിന്നാണ്. നമ്മുടെ ഫ്ലോറില് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന് ഹിന്ദിക്കാരിയായി വന്ന് മലയാളം സംസാരിച്ച് നമ്മളെ ചിരിപ്പിച്ച ഹിന്ദി നാട്ടിൽ നിന്നും വന്ന നമ്മുടെ മലയാളി സുന്ദരി അനു എബ്രഹാം. Let's welcome Anu Abraham. ഹായ് എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് അന്നു, ദ ഹിന്ദിക്കാരി മലയാളി. ശ്വേത ചേച്ചി, ചെറുപ്പത്തിൽ നമ്മൾക്ക് പോക്കറ്റ് മണി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ സമ്മർ വെക്കേഷൻ ആകുമ്പോൾ നമ്മളുടെയൊക്കെ അമ്മമാർ ഓരോ ഉടായിപ്പായിട്ട് വരും. വീട് അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കൽ 5 രൂപ തരാം, ആ പാത്രം കൂടി കഴുകി വെച്ചാൽ 2 രൂപ എക്സ്ട്രാ ബോണസ് ആയിട്ട് തരാം. അന്നീ നമ്മളുടെയൊക്കെ വീട്ടിൽ വിട്ടുജോലിക്ക് വരുന്ന ബംഗാളികളുടെ മാർക്കറ്റ് റേറ്റ് അറിയാത്തത് കൊണ്ട് വെറും 7 രൂപയ്ക്ക് എന്റെ സ്വന്തം അമ്മ, നോട്ട് ദ പോയിന്റ്, എന്റെ സ്വന്തം അമ്മ എന്റെ ബംഗാളികളുടെ മൂത്താപ്പനെ പോലെ ജോലി എടുത്തു. പക്ഷെ ഇതൊന്നും അറിയാതെ ഒരു ദിവസം എന്റെ വീടിന്റെ അടുത്തുള്ള പാർക്കിൽ പാരന്റ്സിന്റെ കൂടെ പോയപ്പം രാവിലെ തൊട്ട് രാത്രി വരെ വെറുതെ കുത്തിയിരിക്കുന്ന പിച്ചക്കാരന്റെ പാത്രത്തിൽ പൈസ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അയാൾക്ക് വെറുതെ ഇരിക്കാൻ എന്റെ പോക്കറ്റ് മണിയേക്കാളും കൂടുതൽ പൈസ, അതും പെർ ഡേ. അന്നായിരുന്നു ഞാൻ ഒരു ബംഗാളിയാണെന്നുള്ള തിരിച്ചറിവ് എനിക്ക് ആദ്യമായിട്ടുണ്ടായത്. ബംഗാളിയാണെന്ന് വിചാരിച്ച് ഞാൻ കാശില്ലാത്ത വീട്ടിൽ നിന്ന് വരുന്നതൊന്നുമല്ല കേട്ടോ. 7 തലമുറയ്ക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ളത് എന്റെ കാനൂർമാർ കേരളത്തിൽ വന്ന് അധ്വാനിച്ചിട്ട് ഉണ്ടാക്കിയിട്ടാണ് ചുമരിൽ കയറി ഇളിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ 8ാമത്തെ തലമുറ എത്തിയപ്പം കഞ്ഞി കുടിക്കാൻ സ്റ്റാൻഡപ്പ് കോമഡി പറയേണ്ട അവസ്ഥയായി. ഇവിടെ ആരൊക്കെയാണ് മിഡിൽ ക്ലാസ് ഫാമിലിന്ന് വരുന്നത്? എവ്രിവൺ. നിങ്ങൾ കൈ പൊക്കിയില്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്തില്ല. ഞാൻ മാത്രം മിഡിൽ ക്ലാസ് ആവാൻ പാടില്ല. എല്ലാരും അതെ. ഓ മൈ ഗോഡ്, എല്ലാവരും ഒറ്റയ്ക്ക് വരിവെട്ടി വന്നവരാണ് നമ്മൾ. മിഡിൽ ക്ലാസ്സിന് ഒരു ടാലന്റ് ഉണ്ട്, അതായത് ബഡ്ജറ്റിൽ ജീവിക്കാനുള്ള ടാലന്റ്. അതായത് റെസ്റ്റോറന്റിൽ പോയിട്ട് നല്ല അന്തസ്സായിട്ട് മെനു കാർഡ് നോക്കിയിട്ട് ഇന്ത്യൻ, ചൈനീസ്, ഇറ്റാലിയൻ, അറേബ്യൻ എല്ലാം നോക്കിയിട്ട് അതേ അന്തസ്സോടെ പറയും ചേട്ടാ 2 ബിരിയാണി. കാരണം ഒരു മിഡിൽ ക്ലാസ്സിന് ഏറ്റവും കൂടുതൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭക്ഷണമാണ് ബിരിയാണി. എന്നാൽ ചേച്ചി, ഒരാൾ മിഡിൽ ക്ലാസ് ആണോ ഇല്ലയോ എന്ന് അറിയാൻ ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കാം, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. നിങ്ങളുടെ വീട്ടിലെ കിച്ചന്റെ ഷെൽഫിൽ ഒരിക്കലും വരാത്ത ഗസ്റ്റിനെ കാത്ത് ഓരോ ലോഡ് പ്ലേറ്റ്, ചില്ല് പ്ലേറ്റ് ന്യൂസ് പേപ്പറും കൊണ്ട് ഭദ്രമായിട്ട് പൊതിഞ്ഞ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോ? എന്നാൽ നിങ്ങൾ മിഡിൽ ക്ലാസ് ആണ്. നിങ്ങളുടെ വീട്ടിൽ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും വേണ്ടിയിട്ട് ആദ്യമായിട്ട് ബ്ലഡ് പ്രഷർ നോക്കുന്ന മെഷീൻ മേടിച്ചപ്പം വീട്ടിലുള്ള ബാക്കി എല്ലാവരും പറഞ്ഞു, എടാ എന്തെങ്കിലും നോക്കണം, എടാ എന്തെങ്കിലും നോക്കണം. എന്നാൽ നിങ്ങൾ മിഡിൽ ക്ലാസ് ആണ്. നിങ്ങളുടെ വീട്ടിൽ ഒരാൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിപിരിത്ത് നടന്ന് ആളില്ലാത്ത മുറി നോക്കി ലൈറ്റും ഫാനും ഓഫ് ആക്കുന്നുണ്ടോ? എന്നാൽ നിങ്ങൾ മിഡിൽ ക്ലാസ് ആണ്. അതേപോലെ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് ഞെട്ടി എഴുന്നേറ്റിട്ട് AC ഓഫ് ആക്കിയിട്ട് ദൈവമേ കറണ്ട് ബിൽ എന്ന ആലോചന നിങ്ങൾക്ക് വരുന്നുണ്ടോ? എന്നാൽ നിങ്ങൾ മിഡിൽ ക്ലാസ് ആണ്. സോപ്പ് ആയാലും ഹാൻഡ് വാഷ് ആയാലും പേപ്പർ, പേന, ഇറേസർ, ഷാംപൂ എല്ലാം മാക്സിമം യൂസ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ മിഡിൽ ക്ലാസ് പ്രോ ആണ്. ടൂത്ത് പേസ്റ്റ് ഒക്കെ ഞെക്കി ഞെക്കി അതിന്റെ ഉള്ളിൽ ആത്മാവ് വരെ നമ്മളെ കാരണന്മാരെ വിളിച്ചിട്ട് പുറത്ത് വരുത്തും. അർജുൻ ചേട്ടാ, എന്റെ അച്ഛന്റെ ബനിയൻ ഇട്ടിട്ട് ലൂസായി പെറ്റിക്കോട്ട് മാതിരിയായി. കാറ്റടിക്കുമ്പോ ആ പെറ്റിക്കോട്ട് കിടന്ന് ആടുന്നത് കാണാം, ലാലി ലാലി ലാലി. പക്ഷെ ആ ലാലി അല്ല, എന്റെ അച്ഛൻ അതിനോടുള്ള ഇമോഷണൽ കണക്ഷൻ കാരണം ആ ബനിയൻ എടുത്ത് കളയത്തില്ല. അതേപോലെ നമ്മൾ മിഡിൽ ക്ലാസ്സിന് മനുഷ്യന്മാരോട് തോന്നുന്ന ഇമോഷണൽ കണക്ഷൻ പോലെ തന്നെ ചില സാധനങ്ങളോട് തോന്നും. എന്റെ വീട്ടിൽ പണ്ട് മേടിച്ചുകൊണ്ടിരുന്ന പലചരക്ക് സാധനങ്ങൾ, പച്ചക്കറി, തുണികൾ, മരുന്നുകൾ, അതിന്റെയൊക്കെ കൂടെ കിട്ടുന്ന പ്ലാസ്റ്റിക് കവറുകൾ. ഈ പ്ലാസ്റ്റിക് കവറൊക്കെ നമ്മളുടെ വീട്ടിൽ വന്നാൽ നമ്മളുടെ കുടുംബത്തിന്റെ അംഗമായി മാറും. നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമ്മുടെ കൂടെ വന്ന് കിടക്കും. എക്സാക്ട്ലി പറഞ്ഞാൽ മാട്രസിന്റെ താഴെ. അതായത് ചേച്ചി, എന്റെ വീട്ടിലെ പ്ലാസ്റ്റിക് കവറൊക്കെ എന്നെക്കാളും മൂത്തതാണ്. ബഹുമാനത്തോടെ ഞാൻ അവരെ ചേട്ടാ, ചേച്ചി എന്നൊക്കെയാണ് വിളിക്കുന്നത്. അർജുൻ ചേട്ടാ, ഞാൻ ജനിച്ചപ്പോൾ ഡിസ്ചാർജ് മേടിച്ച് പോയപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഫ്ലാസ്ക്, ഒരു പ്ലാസ്റ്റിക് കവറിൽ തലേന, ഒരു പ്ലാസ്റ്റിക് കവറിൽ ബെഡ്ഷീറ്റ്, ഒരു പ്ലാസ്റ്റിക് കവറിൽ ഞാനായിരുന്നു. അതേപോലെ നമ്മൾ മിഡിൽ ക്ലാസ്സിന്റെ എല്ലാ സാധനങ്ങളും കവർ ചെയ്ത് സൂക്ഷിച്ച് വെക്കുന്ന ഒരു സ്വഭാവമുണ്ട്. മൊബൈൽ ഫോൺ കവേർഡ്, റിമോട്ട്, ടിവിയുടെ റിമോട്ട് കൺട്രോൾ കവേർഡ്, ഫ്രിഡ്ജിന്റെ ഹാൻഡിൽ കവേർഡ്, സോഫ സെറ്റ് 10 വർഷമായിട്ട് കവേർഡ്, കാറിന്റെ സീറ്റ് മേടിച്ചപ്പോ തൊട്ട് കവേർഡ്, മാട്രസ്
ചത്താലും മാറ്റത്തില്ല, കവർ. ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ട് ഒരു ഇൻഷുറൻസ്, അതും കവർ. ലൈഫിൽ എല്ലാ സാധനങ്ങളും സേവ് ചെയ്ത് വെക്കുന്ന മിഡിൽ ക്ലാസ്സിന് ഒരു സേവിംഗ് അക്കൗണ്ട് മാത്രം ഇന്നേ വരെയും സേവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അയ്യോ. ഫാക്ട്, സാഡ് ഫാക്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആ LICയുടെ ആഡ് കണ്ടിട്ടുണ്ടോ? മരിച്ചുപോയ ഭർത്താവിന്റെ ഫോട്ടോയുടെ ഫ്രണ്ടിൽ അവരുടെ ഭാര്യ കരഞ്ഞോണ്ട് പറയുന്നു, ഏട്ടാ നിങ്ങൾ മരിക്കുന്നതിന് മുന്നേ എടുത്ത LIC കാരണം ഇന്ന് നമ്മളുടെ മോളുടെ കല്യാണം നടന്നു, നമ്മളുടെ മോൻ വിദേശത്ത് പോയി പഠിച്ചു, നമ്മൾ ഒരു വീട് മേടിച്ചു, ഞങ്ങളൊരു കാറ് മേടിച്ചു, താങ്ക് യു ഏട്ടാ, നിങ്ങൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഇതെന്തെങ്കിലും നടക്കുമോ മനുഷ്യ? അതും കേട്ട് ഈ ബൈക്ക് ആക്സിഡന്റിൽ തട്ടിപ്പോയ ഭർത്താവ് ഫോട്ടോന്റെ ഉള്ളിൽ നിന്ന് ചിന്തിക്കും, ഇവളെങ്ങാനും ആണോ എന്റെ ബൈക്കിന്റെ ബ്രേക്ക് ലൂസാക്കി ഉച്ചക്കള്ളി സുഖമായിട്ട് ജീവിക്കുക. കാരണം നമ്മൾ മിഡിൽ ക്ലാസ് കാശും കൊണ്ടല്ല മനസ്സും കൊണ്ടാണ് മിഡിൽ ക്ലാസ് ആവാം. ആ ഒരു ഇമോഷൻ, എളിമ. അതായത് നമ്മളുടെ സാലറി 20,000 ആണെങ്കിൽ നമ്മൾ മിഡിൽ ക്ലാസ് ആണ്. 2 lakhs ആയാലും നമ്മൾ മനസ്സും കൊണ്ടൊരു മിഡിൽ ക്ലാസ് ആണ്. 20 lakhs ആയാലും നമ്മൾ മനസ്സും കൊണ്ട് മിഡിൽ ക്ലാസ് ആണ്. 20 crores ആയാലും നമ്മൾ മനസ്സും കൊണ്ട് അല്ല 20 crore റേഷനറി കഴിക്കുന്ന പാവങ്ങൾ. അത്രയ്ക്കും എളിമ വേണ്ട എലീന. 20 crores നമ്മൾ റിച്ച് ആണ്, നമ്മൾ റിച്ച് ആണ്. ശ്വേത ചേച്ചി, ഞാൻ പഠിച്ച സ്കൂൾ പോലും മിഡിൽ ക്ലാസ് ആയിരുന്നു. സത്യം. ഒരു സ്പോർട്സ് ഡേ വരുമ്പോൾ ഞങ്ങളുടെ ടീച്ചേഴ്സ് പറയും, നാളെ എല്ലാരും നാരങ്ങ, സ്പൂണ്, ചാക്ക്, നൂല്, സൂചി കൊണ്ടുവരണം. കൂടോത്രം എല്ലാം ചെയ്യാനാണെന്ന് തോന്നിപ്പോ. ഈ നാരങ്ങ എടുത്ത് സൂചി കുത്തുമ്പോ അവിടെ ഇരിക്കുന്ന പ്രിൻസിപ്പൽ ചിലപ്പോ എഴുന്നേറ്റ് ഓടുമായിരിക്കും. പിൻ ഡ്രോപ്പ് സൈലൻസ് വേണം അത്രയും മൂപ്പർക്ക്. ഇരിക്കട്ടെ ഒരു കുത്ത്. ഈ പ്രിൻസിപ്പൽ മിഡിൽ ക്ലാസ് അല്ല, അപ്പർ മിഡിൽ ക്ലാസ് ആണ്. ഈ രാത്രിയിൽ ഡ്രൈ ഫ്രൂട്ട് എടുത്ത് വെള്ളത്തിലിട്ടിട്ട് രാവിലെ പൊളിച്ച് കഴിക്കുന്നവൻ. എനിക്ക് മനസ്സിലാവാത്ത ഒരു കോൺസെപ്റ്റ് ആണ് ശ്വേത ചേച്ചി. ഏതോ ഒരു മനുഷ്യൻ കുത്തിയിരുന്ന എല്ലാ ഫ്രൂട്ട്സിനെയും പിടിച്ച് ഡ്രൈ ആക്കി വിൽക്കുന്നു. നമ്മൾ അതെടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് ഫ്രഷ് ഫ്രൂട്ട് ആയിട്ട് കഴിക്കുന്നു. കുത്തിയിരുന്ന് ഡ്രൈ ആക്കിയ മനുഷ്യൻ ആരായി? ശശി. നമ്മളിട്ടത് വെള്ളത്തിലിട്ട് ഫ്രഷ് ഫ്രൂട്ട് ആയിട്ടെങ്കിൽ നമ്മൾ ആരായി? മിഡിൽ ക്ലാസ്. പക്ഷെ നമ്മൾ മിഡിൽ ക്ലാസ് ഭയങ്കര സ്നേഹമുള്ളവരാണ്. നമ്മളുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുമാർ സ്നേഹത്തോടെ കൊണ്ടുവരുന്ന മഞ്ഞ ലഡു, ജിലേബി, എഗ് പപ്സ് നമ്മൾ നമ്മളുടെ സ്വന്തം പ്ലേറ്റിൽ വെച്ചിട്ട് ഇവർക്ക് തന്നെ കൊടുക്കും. കഴിക്ക്, ഭയങ്കര ക്ഷീണിച്ചു പോയല്ലേ, എന്തിനപ്പി അപ്പി കളിക്ക് ബോഞ്ചുകളെ ഇടയ്ക്കാ. അതേപോലെ ചേച്ചി, നമ്മളുടെ സമയത്തിനായിരുന്നു ഈ മിഡിൽ ക്ലാസ്സിന് സ്ട്രഗിൾ. ഇപ്പോഴത്തെ പിള്ളേര് ജനിക്കുമ്പോ കിട്ടും അവർക്കൊരു സ്മാർട്ട് ഫോൺ. അവർക്ക് എന്തിന്റെ സ്ട്രഗിൾ? കുട്ടിച്ചേട്ടന്റെ ആദ്യത്തെ ഫോൺ തന്നെ ആ ഇഷ്ടിക കഷ്ണം നോക്കിയ 1100 ആയിരുന്നു. കുട്ടിച്ചേട്ടൻ 2 വർഷം ആ സാധനം പാന്റിന്റെ പോക്കറ്റിൽ ഇട്ടോണ്ട് നടന്നു, പാവം. അത് ചുമന്നോണ്ട് നടക്കാൻ കുട്ടിച്ചേട്ടൻ പാന്റിൽ ബെൽറ്റ് ഇടാൻ തുടങ്ങി. 2 വർഷം എടുത്തു. 2 വർഷം കൊണ്ട് കുട്ടിച്ചേട്ടന്റെ കാഫ് മസിൽസ് ബിൽഡായി. ആ മസിലിന് കാണിച്ച് കൊടുക്കുന്ന കുട്ടിച്ചേട്ടൻ പിള്ളേര് കാണട്ടെ. സബ്സ്ക്രിപ്ഷൻ ഉള്ളവർക്കേ ഉള്ളൂ. അത് മതി. ഓക്കെ, കൺട്രോൾ കുട്ടി, കൺട്രോൾ. ശ്വേത ചേച്ചി, നമ്മൾ വിചാരിക്കും നമ്മൾ റിച്ച് ആയാൽ നമ്മൾ സേഫ് ആയി, ഹാപ്പി ആയി എന്ന്. പക്ഷെ ഒരു മിഡിൽ ക്ലാസ് എത്ര റിച്ച് ആയാലും മനസ്സും കൊണ്ട് എപ്പോഴും ഒരു മിഡിൽ ക്ലാസ് ആയിരിക്കും. അത് വേറെ ഒന്നും കൊണ്ടല്ല, മിഡിൽ ക്ലാസ് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. ഫാൻ ഓഫ് ആക്കാൻ പഠിപ്പിച്ചു, ലൈറ്റ് ഓഫ് ആക്കാൻ പഠിപ്പിച്ചു, എല്ലാത്തിനുപരി കൊച്ചു കൊച്ചു കാര്യത്തിൽ സന്തോഷം കണ്ടെത്താൻ പഠിപ്പിച്ചു. അതെ. നമ്മുടെ നാട്ടിലെ മിഡിൽ ക്ലാസ് ഫാമിലീസിന് വേണ്ടിയിട്ട് ഞാൻ ഈ 4 വരി ഡെഡിക്കേറ്റ് ചെയ്തോട്ടെ ചേച്ചി, വിത്ത് യുവർ പെർമിഷൻ. तो अर्ज किया है, വീട് ചെറുതാണെങ്കിലും വീടിനുള്ളിൽ വലിയ വലിയ സ്വപ്നങ്ങളുണ്ട്. വീട് ചെറുതാണെങ്കിലും വീടിനുള്ളിൽ വലിയ വലിയ സ്വപ്നങ്ങളുണ്ട്. കുറഞ്ഞ വരുമാനത്തിൽ വലിയ ഹൃദയങ്ങളുണ്ട്. ഓരോ രൂപയ്ക്കും ഇവിടെ ഒരു കഥയുണ്ട്. ഓരോ രൂപയ്ക്കും ഇവിടെ ഒരു കഥയുണ്ട്. ചിരിയിൽ ഒളിഞ്ഞ ചെറിയ ചെറിയ വിഷമങ്ങളുണ്ട്. കഷ്ടപ്പാടുണ്ട്, അതിജീവിക്കാനുള്ള കഴിവതിലേറെയുണ്ട്. കഷ്ടപ്പാടുണ്ട്, അതിജീവിക്കാനുള്ള കഴിവതിലേറെയുണ്ട്. കാത്തിരിപ്പുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. വീട് ചെറുതായാലും വീടിനുള്ളിൽ വലിയ വലിയ സ്വപ്നങ്ങളുണ്ട്. Good one. Anu, who wrote this? I wrote it. Amazing. ഭയങ്കര കഴിവുള്ള കുട്ടിയാണ്. ബിക്കോസ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളല്ലേ ഒരു സബ്ജക്റ്റ് എടുത്താൽ അതിനെങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ആഴത്തിൽ ഇറങ്ങി അതിൻ്റെ ഓരോ ചെറിയ ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിൽസ് നോക്കി അതിൻ്റെ പറ്റി നമ്മളുടെ ഒരു ഇമോഷണലിയാണ് അനു പറയണത്. പക്ഷെ അതിലൊരു ചിരിയുണ്ട്. ആ ചിരിയാണ് നമ്മളെല്ലാവരും ചിന്തിപ്പിക്കുന്നത്. ഗോഡ് ബ്ലെസ് യു അനു. സൂപ്പർ. ചേച്ചി വേറെ കാര്യം ശ്രദ്ധിച്ചു വെച്ചാൽ, അതായത് ഇപ്പോൾ ഹിന്ദി പറയുന്ന ഒരുപാട് പേര് മലയാളം സംസാരിക്കാറുണ്ട്.
പക്ഷെ നമ്മുടെ മലയാളികൾ പറയുന്ന പോലെ മോഡുലേഷൻ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. പക്ഷെ അനുവിന് മലയാളം സംസാരിക്കുന്നുണ്ട്, നമ്മൾ പറയുന്ന പോലെ ചില ഹ്യൂമർ ആ മോഡുലേഷനിൽ പറയുമ്പോഴേ നമുക്ക് ചിരി വരണേ, അതുപോലെ മോഡുലേഷനിൽ പറയുന്നുണ്ട്. സൂപ്പർ. പിന്നെ ഈ ഇതില്ലേ ഒരു മിഡിൽ ക്ലാസ്സുകാരന്റെ എപ്പോഴും നമ്മൾ എത്ര വെച്ചാൽ ഈ മിഡിൽ ക്ലാസ് എന്നുള്ളത് ഈ ഫാന് എന്റെ അച്ഛൻ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് കാറ്റുള്ളായിരുന്നു അപ്പൊ വന്ന് ഓഫ് ചെയ്ത് കളയും. നമുക്ക് എല്ലാവരുടെ വീട്ടിലും അങ്ങനെയാണ്. അത് മാത്രല്ല പ്ലാസ്റ്റിക് കവറിന്റെ കാര്യം നമ്മുടെ വീട്ടിൽ ഇപ്പോഴും ഉണ്ട് പ്ലാസ്റ്റിക് കവേഴ്സ്. ഞാൻ ഓരോ പ്രാവശ്യം പോകുമ്പോഴും കുറച്ചെടുത്ത് മാറ്റി അമ്മ കാണാണ്ട് കൊണ്ടുപോയി കളയൊക്കെ ചെയ്യുന്നത്. എത്ര കിട്ടിയാലും പിന്നെയും കൊണ്ടുപോയിക്കും. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന പാത്രങ്ങൾ എത്ര വലിയ വലിയ ക്രോക്കറീസ് വാങ്ങിയാലും അതിൽ തന്നെ ഭക്ഷണം വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും. സത്യം ചേച്ചി, അതെന്താണെന്ന് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. പിന്നെ ആ ബനിയന്റെ കാര്യം പറഞ്ഞില്ലേ, എനിക്ക് നമ്മൾ ഇഷ്ടം പോലെ നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കുമല്ലോ. എന്റെ അമ്മ പറയും, ഈശ്വര എത്ര കിട്ടിയാലും വീട്ടിൽ നിന്നൊക്കെ കീറിയ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ എന്താ ആൾക്കാർ വിചാരിക്കുന്നത്, എനിക്ക് ഇവിടെ കീറിയ ഒരു ഡ്രസ്സ് ഉണ്ട് ചേച്ചി, ഇത് എനിക്ക് സ്വർഗമാണ്. വേറൊരു കാര്യമുണ്ട്, എല്ലാ മിഡിൽ ക്ലാസ് വീട്ടിലുള്ള കാര്യമായിരിക്കും. അതായത് നമ്മുടെ ഈ പഴയ തുണികളില്ലേ, നമുക്ക് പഴയ പോണ തുണി, ആ തുണിയായിരിക്കും പലരുടെയും പില്ലോക്കകത്ത് വെക്കുന്നത്, ഉപയോഗിക്കുന്നത്. ഒന്നുമില്ല, മഴക്കാലം ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതുണ്ട്, ചവിട്ടി ഉറപ്പായിട്ട് എന്റെയോ അച്ഛന്റെയോ ഒരു മുണ്ട് ഫ്രണ്ടിലുണ്ട്. ചിലപ്പോഴേ പാന്റ് ഇടും, അതായത് ഈ മഴവെള്ളത്തിൽ കയറി വരുമ്പോ ഉണക്കാനുള്ള സമയമില്ലല്ലോ, പാന്റ് ഇടും. അപ്പൊ എങ്ങനെയാ നമ്മൾ കേറാന്നറിയോ, ഒരു കാലിൽ വെക്കണം, ഒരു കാലിൽ വെക്കണം, എന്നിട്ട് ഇങ്ങനെ തുടയ്ക്കണം. പിന്നെ ഈ അച്ഛൻ ഏട്ടന്മാരുടെ മുണ്ട് ഉണ്ടാവില്ലേ, നല്ല നേരിയുള്ള മുണ്ട്, ആ നേരുമുള്ള മുണ്ട് അത് കട്ട് ചെയ്തിട്ട് നന്നായി കഴുകിയിട്ട് പനീരും തേങ്ങാപ്പാലും പിഴിയാൻ വേണ്ടി ഒന്ന് ആലോചിച്ച് നോക്കൂ. കുറച്ചു ദിവസം മുമ്പേ നമ്മുടെ അച്ഛനോ ഏട്ടനോ അത് വേർത്ത് ഇട്ട് നടന്ന ആൾക്കാര് കഴുകി അതിൽ തന്നെ നമ്മൾ പനി ഉണ്ടാക്കി. എന്ത് രുചിയാണ്. അല്ല പക്ഷെ അനു ഈ സ്റ്റാൻഡപ്പ് കണ്ടിട്ട് നമ്മുടെ പ്രേക്ഷകർ വരെ അവരുടെ റൂമില് ഹാളിൽ ഈ ചർച്ച നടക്കും. നോട്ട് സെയിങ് ദിസ് എ വെരി ബ്യൂട്ടിഫുൾ തോട്ട്. അതാണ് അത് ഇവോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഒരു സ്റ്റാൻഡപ്പ് പേഴ്സൺ ലൈക്ക് അനുവിന് അത് ചെയ്യാൻ പറ്റിയത് ഇത്ര ആൾക്കാർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റി. സോ താങ്ക് യു അനു വൺസ് അഗൈൻ. ബക്രീദ് സ്പെഷ്യൽ ഇത് കിടിലമായിരുന്നു. സൂപ്പർ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്വീറ്റ്സ് പ്രേക്ഷകർക്ക് കൊടുത്ത പോലെ ഉണ്ടായിരുന്നു. ആ ഒരു ഫീൽ ആയിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച് അനു. വീണ്ടും കാണും. അങ്ങനെ ബക്രീദ് സ്പെഷ്യൽ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇനി അടുത്തത് ചിരിപ്പിക്കാനായിട്ട് നിങ്ങളുടെ ടീമാണ് ഇറക്കാൻ പോകുന്നത്. ഡീറ്റെയിൽസ് വരട്ടെ. നമ്മൾ ഈ ബക്രീദ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു വിഭാഗമാണ് പ്രവാസികൾ. ഞാനൊരു പ്രൗഡ് പ്രവാസിയുടെ മോളാണ്. അപ്പം നമ്മളെപ്പോഴും ഈ പിന്നെ പ്രവാസികൾ എന്ന് വെച്ചാൽ നമ്മുടെ ഷോയിലാണെങ്കിലും ഭയങ്കര ഒരു മേജർ അവരുടെ ഒരു ഫോളോ ചെയ്യുന്നുണ്ട് നമ്മുടെ ഷോ അവര്. അപ്പം ബക്രീദായിട്ട് ഒരു പ്രവാസി സ്കിറ്റ് ഇല്ലെങ്കിൽ നമ്മൾ അവരോട് ചെയ്യുന്ന മോശമായിരിക്കും. ഇന്ന് ഭയങ്കര പ്രൗഡായിട്ട് അഹങ്കാരത്തോടുകൂടെ ഞാൻ ഇവിടെ ഒരു പ്രവാസി സ്കിറ്റാണ് ഇറക്കാൻ പോണത്. സൂപ്പർ. ആരാ വരുന്നേ? ഞങ്ങൾ അഭിമാനത്തോടെ 2 സൈലന്റ് കില്ലേഴ്സിനാണ് ഇറക്കാൻ വേണ്ടി പോകുന്നത്. മൃദുല പറയൂ. മറ്റാരുമല്ല, കൃഷ്ണരാജ് ആൻഡ് ആരിഫ്. ചേച്ചി ബക്രീദ് സ്പെഷ്യൽ ആ ബാറ്ററി ഓൺ ആക്കിക്കോ. ബക്രീദ് ആണെങ്കിലും എന്താണെങ്കിലും കോമഡി മാസ്റ്റേഴ്സിന്റെ ബാറ്ററി ഓൺ ആണ്. എങ്കിൽ ഇതാ വരുന്ന ഒരു പ്രവാസി സ്കിറ്റ്. എടേ നീ പറയണയൊക്കെ ശരി തന്നെ, പക്ഷെ ഒരു കല്യാണം കഴിക്കാൻ പോണെന്ന് വിചാരിച്ച് ആരുടെ മുമ്പിലും തല ഉനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിനക്ക് അമലിനെ അറിയാല്ലേ, ഒരൊറ്റ സ്റ്റാൻഡിൽ നിൽക്കും. എടാ എനിക്ക് കാല് പിടിക്കാനൊന്നും പറ്റൂല. അവളുടെ അച്ഛൻ്റെ കൂട്ടുകാരനാ, അമ്മാവനാ, ചിറ്റപ്പനാ, ആരാ വരട്ട്, അതിനിപ്പോ എനിക്കെന്ത്? എടാ ശ്രീകുട്ടി എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ കെട്ടും. കേട്ടല്ലേ? അമലിന്റെ റൂമാണോ? അതെ. എടാ മരത്തിലേ വരണം തോന്നുന്നു. അജുബ് മാമാ, കെഫാലക് സദീഖ്, ज़ेन अल्हम्दुलिल्लाह बैरत भी मौजूद था हराबी बाबी मुश्किल आना तरते ഓക്കേ 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 ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ കല്യാണം നടക്കത്തുള്ളൂ. ഓക്കേ. അമൽ ഞാൻ ശ്രീകുട്ടിയുടെ ശർമ്മ മാമ. ഡേ എനിക്കൊന്നും ഇഷ്ടമല്ല. അനുഗ്രഹം മേടിക്കണത് അല്ല, പകുതിയാക്കുന്നത് കംപ്ലീറ്റ്. ശ്രീകുട്ടി എന്റെ മകളാണ്. സദാശിവ മാമന്റെ മോളല്ലേ?
സദാശിവന്റെ മകളാണ്. കല്യാണത്തിന് കൈപിടിച്ചേരാ രണ്ടച്ഛന്മാര്. അവളുടെ അമ്മ അമ്മ എന്റെ മകളെ പോലാണ്. അങ്ങനെ രക്ഷപ്പെട്ട്. മാമ നിന്നെ കണ്ട് നല്ല പരിചയമല്ലോടെ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ മാമ. ആര് പറഞ്ഞു വഴിയില്ലെന്ന്? എന്റെ വീട്ടിലോട്ട് കയറാൻ ലോറി പോകുന്ന വഴിയുണ്ട്. പേർഷ്യൻ കൗണ്ടറായിട്ട് ഇറങ്ങിയിരിക്കണല്ലോ. പേർഷ്യയൊക്കെ പണ്ട്, ഇപ്പൊ ഗൾഫല്ലേ. ആ ഒരു ബോധം മാമൻ ഉണ്ടായിരുന്നാ മതി. പേർഷ്യൻ കാലത്ത് അടിച്ചിരുന്ന കൗണ്ടറാണ് മാമ ഇപ്പൊ ഇങ്ങോട്ട് ഇറക്കിയത്. ആ പെണ്ണിന്റെ വീട്ടിലോട്ട് ഒറ്റ കോൾ ചെയ്താൽ മതി നിന്റെ കല്യാണം മുടങ്ങാൻ. അമ്മ കിടിലം കൗണ്ടർ. പേർഷ്യന്ന് നേരെ ഗൾഫിലെത്തി. ഒന്നും കൂടെ പറയാമോ ആ കൗണ്ടർ? റിപ്പീറ്റ് ചെയ്ത് ഏക്കത്തിലിടാം. പോട്ട്. നാട്ടിലാരൊക്കെ ഉണ്ട്? വിദേശത്തില്ലാത്തവരെല്ലാം നാട്ടിലുണ്ട്. അതെന്താ മാമ? അല്ല, നീ ഇപ്പൊ അടിച്ച കൗണ്ടറിന് ഒരു മ്യൂസിക് ഇട്ട് ഫില്ല് ചെയ്താ നിന്റെ 3 തലമുറയുടെ കല്യാണം ഞാൻ മുടക്കും. മാമ ചതിക്കല്ലേ മാമ, എന്റെ പൊന്നു മാമനല്ലേ, ചതിക്കല്ലേ. ഓക്കെ ഓക്കെ. നാട്ടിലെവിടെ നീ? നാട്ടിൽ ഞാൻ തിരുവനന്തപുരത്ത് മാമ. മാമ തിരുവനന്തപുരത്ത് നീ എന്ത് ആവശ്യത്തിന് വന്നാലും ഈ അമലുണ്ട്, സെറ്റാക്കി തരും. തിരുവനന്തപുരത്തെ ശംഖുമുഖത്ത് ആ തെരയെല്ലാം അടിച്ച് കരയെല്ലാം അങ്ങ് പോയല്ലേ മാമ. അതെന്നെ കൊണ്ട് കൂട്ടിയാ കൂടൂല. ഈ കടൽ ഷോ പോക്കാം. ഞാൻ അതല്ല പറഞ്ഞ. തിരുവനന്തപുരത്ത് എവിടാ എന്റെ വീട്? പൗണ്ട് കടവ്. പൗണ്ട് കടവിൽ എനിക്കൊരു സുഹൃത്തുണ്ടല്ലോ, ആ ജംഗ്ഷന് ബേക്കറി നടന്ന ഒരു മീശ ഇപ്പൊ എവിടെ റേ? മീശ ചുണ്ടിന്റെ മുകളിലല്ലേ യവനെ ഉണ്ടല്ലോ. നിന്റെ അച്ഛന്റെ കല്യാണം വരെ ഞാൻ മുടക്കും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ അച്ഛന്റെ കല്യാണം എന്തിനു മുടക്കണം? പിന്നെ നിന്റെ ശല്യമില്ലല്ലോ. മാമാ നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോ എന്തിനോ കുട എടുത്തോണ്ട് അങ്ങോട്ട് ഓടണത്? ഒരു കാര്യം മനസ്സിലാക്കണം, ഇത്രയും പ്രായമായി മാമന് ദാ ഉണ്ടല്ലോ ഹാർട്ടിനൊക്കെ പ്രോബ്ലം വരും. ഇത്രയും ദേഷ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ടെൻഷനൊക്കെ ഇനി വരാൻ. മാമ ഇരിക്കെ. നല്ല മൂട്ട ഉണ്ടെന്ന് തോന്നലടാ ഇവിടെ. നല്ല മൂട്ട ഉണ്ടെ മാമ വീട്ടിട്ട് വളർത്തും. ഒന്നുമില്ല ഇരിക്കേ മാമ. ഇരിക്കട്ടെ അമ്മ. എന്താടാ ജോലി നിനക്ക്? ജോലിയൊക്കെ ചോദിച്ചാ അങ്ങനെയൊക്കെ നിരങ്ങണ ജോലിയാ? തട്ടിമുട്ടിയൊക്കെ പോണോ മാമ? ആക്രിക്കടേ? സെയിൽസ്മാൻ മാമ. ആക്രിക്കടയായിരുന്ന ഇപ്പൊ കല്യാണം ഞാൻ ക്യാൻസൽ ചെയ്തത്. മാമ നിന്റെ ORVM എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതൊന്നും മാമ അങ്ങനെ ഒരു ടോക്ക്. ഓവർ വിനയം. അങ്ങനെയായിരുന്നു മാമ. നിങ്ങൾ ദുബായിൽ വന്നിട്ട് എത്ര ആളായി? അത് കരളലിയിപ്പിക്കുന്ന കഥയാടാ. ആ കരളലിയിപ്പിക്കുന്ന കഥ എനിക്കും കൂടെ ഒന്ന് പറഞ്ഞു തരുമോ മാമ? കരളലിയിപ്പിക്കുന്ന വല്ലതും ഉണ്ടോ നിന്റെ? മാമ പറയണേ, എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഈ കരളലി സാധാരണ പ്രവാസികളെ വിഷമമൊക്കെ വരുമ്പം ഇച്ചിരി കരളലിയിപ്പിക്കല്ലോ. സാധനം നിനക്ക് അറിയത്തില്ല. മാമ എന്താണ് പറയണേന്ന് എനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ലല്ലേ? നിന്റെ വിസയും ക്യാൻസൽ ചെയ്ത് നിന്നെ ഈ നാട് കടത്തണം. നിന്റെ കല്യാണവും മുടക്കണം. ഇവിടെ പ്രവാസികൾ ഉപയോഗിക്കുന്ന കരളലിയിപ്പിക്കുന്ന സാധനം നിനക്ക് അറിയത്തില്ലടാ. മാമൻ അലിയിപ്പിച്ചാ പോരെ? റമ്മു കൊണ്ട് അലിയിപ്പിക്കണോ, ബ്രാൻഡി കൊണ്ട് അലിയിപ്പിക്കണോ? എന്തെങ്കിലും ചാത്തനെടു. എന്റെ ദൈവമേ, വായിന്ന് പറയുകയും ചെയ്ത് അവന്മാര് വാങ്ങിച്ചു വെച്ചേക്കണേ. ഇന്ന് എന്നെ വെട്ടി കീറും അവന്മാര്. പ്രവാസിയാണ് പോലും പ്രവാസി. മാമ ഇത് മതിയാ മാമ? വൈറ്റേ ഉള്ളൂ. വേറെ ഉണ്ടോടാ? വേറെ ഇല്ല. അപ്പൊ ഇത് മതി. നോക്കിയാണ് വെറൈറ്റി ടച്ചിങ്സ് ആണ്. ബദാം, കാഷ്യൂനട്ട്. ഉള്ളതാവട്ടെ മാമ. സോഡയോ വെള്ളോ? പഞ്ചസാരയാടാ. ഈ പഞ്ചസാര വെള്ളോട്ടൊക്കെ എങ്ങനെ മാമ അടിക്കുന്നത്? ഷുഗർ ആണ്. ഓ അങ്ങനെ മാമ. മതിയാ മാമ? മതി. ഈ സാധാരണ വെള്ളം അടിക്കാനുള്ള കല്ല വാണ്ടല്ലേ? അങ്ങനല്ല. സാധാരണ കള്ളു കുടിക്കാരേ ഈ കള്ളു കുടിച്ചിട്ട് ഭയങ്കര ബഹളം വെപ്പൊക്കെ. ഞാൻ അങ്ങനല്ല. എന്തുവാ? ഞാൻ കള്ളു കുടിച്ചാ സത്യം മാത്രമേ പറയൂ. നോണാ? സത്യം. നീ വെള്ളം മിക്സ് ചെയ്തേ കുപ്പിക്കകത്ത്? സത്യം. കണ്ടാ മാമ, ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ. ഗുഡ്, വെരി ഗുഡ്. ഞാൻ അങ്ങനെ വെള്ളം അടിക്കൊന്നുമില്ല. ശ്രീകുട്ടിയുടെ ഭാഗ്യം. കൂട്ടുകാർ വരുമ്പോ അവരോടൊപ്പം ഒന്ന് കൂടും. കൂട്ടുകാർ എല്ലാ ദിവസം വരാറുണ്ടോ? നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കല്യാണം പക്ഷെ 1 വർഷം കഴിഞ്ഞേ നടക്കത്തുള്ളൂ. 1 വർഷവും? ഞാൻ ഇച്ചിരി ബിസിയാടേ. ഞാനൊരു സിനിമ എടുക്കാൻ പോകുന്നു. സിനിമ? ഞാൻ അതിന്റെ പൂജയാ വരുന്ന 10-ാം തീയതി. പൂജയിൽ എന്നെയും കൂടെ ചേർക്കോ മാമ? പൂജയിൽ നിന്നെ ചേർക്കാൻ നീ ആര്? സാമ്പ്രാണി തിരി. മാമ പൂജ കഴിഞ്ഞ് മാമ സിനിമ ചെയ്യൂലേ? അപ്പൊ എനിക്കും കൂടെ ഒരു ചാൻസ്. അഭിനയിക്കാനാ? അതിനെ അഭിനയിക്കാൻ അറിയണം മാമ. ഞാൻ നന്നായിട്ട് അഭിനയിക്കും മാമ. മാമ ഒന്ന് ആലോചിച്ച് നോക്കും മാമ. കല്യാണം കഴിഞ്ഞ് ശ്രീകുട്ടിയുടെ ഭർത്താവ് ഒരു സിനിമാടനാണെന്നൊക്കെ പറയണം. മാമനൊരു വെയിറ്റ് അല്ലേ? ഓ, അത്രയും വെയിറ്റ് ഒന്നും വേണ്ട. ഞാൻ അടിപൊളിയായിട്ട് അഭിനയിക്കും മാമ. ആ കല്യാണം കഴിഞ്ഞ് അവക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി 1-2 ഐറ്റം ഞാൻ വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ മാമന് കാണിച്ചു. എന്റെ സാധനം മാച്ചടിച്ചിട്ട് നീ എനിക്ക് തന്നെ ഉണ്ടാക്കണം അല്ലേ? ഇറങ്ങ വെളിയിൽ.
എന്റെ ആക്ടിങ് എങ്ങനെയുണ്ട് മാമ? മാമ പേടിച്ചില്ല മാമ? ഇതിന്റെ ആക്ടിങ് ആയിരുന്നോ? എന്റെ ആക്ടിങ് എങ്ങനെയുണ്ട്? പേടിച്ചണക്ക് ആക്ടിങ് ആയിരുന്നോ? അപ്പൊ പാന്റിൽ നിന്ന് വെള്ളമൊക്കെ വരണം. അത് മോഹൻലാലിന്റെ വിരൽ തുമ്പൊരു അഭിനയിക്കുമല്ലോ, ഞാൻ എന്റെ തുമ്പ് ഒന്ന് അഭിനയിച്ച് നോക്കിയതാ. മാമ ഉഗ്ര ആക്ടറാണല്ലേ? അങ്ങനെയാണെങ്കിലേ എന്റെ ഒരു ഐറ്റം ഉണ്ട്. മാമ തമിഴ് സിനിമ അന്യം കണ്ടിട്ടുണ്ട്? വിജയുടെ പടം, വിക്രമിന്റെ പടം. വിജയിച്ച പടം വിജയുടെ പടം. മാമ അതല്ല, അതിന്റെ ക്ലൈമാക്സിൽ വിക്രം വന്നിട്ട് 3-4 എണ്ണമൊക്കെ ആയിട്ട് കാണിക്കൂലേ? അതിന്റെ ഇടയിൽ കൂടെ ഞാൻ പ്രകാശ് രാജിനെ കൊണ്ടുവരും. കോംബോ. മാമ ഒരു കാര്യം ചെയ്യും, വീഡിയോ എടുത്ത് നമുക്ക് ഡയറക്ടറിന് അയക്കാം. വീഡിയോ ഞാൻ കാണിക്കാനേ. நானே பெரிய நடிகை, என்கிட்ட நடிச்சு காட்டுறடா மவனை, உன்னை சுட்டுடுவேன். உனக்கு தைரியம் இருந்தா என்ன சொல்றா? அந்த பெருமாளால சுட்டு அந்த 5 கொலை எந்த தப்புமே பண்ணதே நான் தான். என்ன வெளிவிடுங்கோ, அம்பிய வெளிவிடுறா. മാമ സിനിമ മാറിപ്പോയി. ഇത് ഗംഗയല്ല, അമ്പിയാണ്. ഇങ്ങനെ ഇളവിയന്മാർക്കെല്ലാം ഗംഗയെന്ന് വിളിച്ചാ നിർത്തുന്നത്. മാമ അയച്ചാ വീഡിയോ അയച്ചാ? പിന്നെ എന്റെ ആക്ടിങ് എങ്ങനെയുണ്ട് മാമ? ആക്ടിങ് കുഴപ്പമില്ല, പക്ഷെ ആക്ടിങ് മാത്രം പോരാ, ഡാൻസ് ഒക്കെ വേണം ഇതിന്. മാമ ഞാൻ കിടിലൻ ഡാൻസറാണ്. എന്റെ നാട്ടിൽ എന്റെ വേവ് ഭയങ്കര ഫേമസ് ആണ്. വീഡിയോ എടുക്ക്, അയക്കണം. ഫസ്റ്റ് വേവേ. ഈ വേവ് എങ്ങനെയുണ്ട് മാമ? ഇത് വെന്തില്ലടാ. വേറൊരു വേവുണ്ട് മാമ, നോക്കിക്കോ. മാമ ഈ വേവ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എനിക്ക് നല്ല വേവ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് വീഡിയോ അയച്ചാ? മാമ ഇത് മാത്രമല്ല, ഒരു കഥാപാത്രത്തിന് വേണ്ടി എന്ത് ചെയ്യാനും റെഡിയാണ് മാമ. കേക്ക് മാമ. ആടുജീവിതമില്ലേ, ആടുജീവിതത്തില് പൃഥ്വിരാജ് മരുഭൂമിയിൽ പോയിട്ട് നഗ്നനായിട്ട് നിന്നില്ലേ, അതേപോലെ ഞാനും മരുഭൂമിയിൽ പോയിട്ട് നഗ്നനായിട്ട് നിന്നിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട് മാമ. അത് മാമൻ അയച്ചു തരാം. ഞാൻ അടിക്കണം, പച്ചക്കിരുന്ന് കാണാൻ പറ്റത്തില്ല. മാമ അയച്ചിട്ടുണ്ട്. മാമ എന്റെ മരുഭൂമിയിലെ ഡെഡിക്കേഷൻ എങ്ങനെയുണ്ട് മാമ? എന്റെ ഡെഡിക്കേഷൻ മണലിൽ കിടക്കുവാന്നല്ലോട്ടോ. കുട്ടി കോള് പറഞ്ഞു മാമ. നാളിക്കാനും സമയം. ഹലോ, ശരി. എന്തു പറഞ്ഞു? നിന്റെ കല്യാണം മുടങ്ങി. കല്യാണം മുടങ്ങിയെന്നാ? അല്ല, എന്റെ കല്യാണം മുടങ്ങിയെന്ന് പറയാ ഡയറക്ടർ ആര്? ഡയറക്ടറോ? മറ്റേ നമ്മുടെ സിനിമയുടെ ഡയറക്ടറിനല്ലേ അയച്ചു കൊടുത്തത്? സിനിമ ഡയറക്ടറാ നീ പറഞ്ഞേ? ഞാൻ കേട്ടത് ഡയറക്ടർ എന്നാ. ഞാൻ ശ്രീകുട്ടിയുടെ അച്ഛനെ ഡയറക്റ്റ് അയച്ചു കൊടുത്തു. ഞാൻ ഇവിടെ കിടന്ന് ഡാൻസ് കളിച്ചതും എന്റെ മരുഭൂമിയിലെ ഡെഡിക്കേഷനും. ശ്രീകുട്ടിയുടെ അച്ഛൻ നിന്റെ ഡെഡിക്കേഷൻ കണ്ടിട്ടാ വേണ്ടാന്ന് മാമ. ആറ്റു നോറ്റാണ് ഒരു കല്യാണം സെറ്റ് ചെയ്തെടുത്ത. ആ കല്യാണമാണ് നിങ്ങൾ കൊണ്ട് തൊലച്ചത്. എന്റെ കല്യാണം നീ വിഷമിക്കണ. നിന്റെ കല്യാണം നടക്കത്തില്ല എന്ന് വെച്ചാ കുല്ലു കലാസ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പ്ലീസ്. രണ്ടുപേരുടെ ഡെഡിക്കേഷൻ അത് മണല് കൊണ്ട് മൂടിയിട്ടില്ല, അത് വിസിബിൾ ആണ്. ഞാൻ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞില്ലേ, കൃഷ്ണരാജ് നമ്മുടെ സൈലന്റ് ആണ്, ആരിഫ് നമ്മുടെ കില്ലർ. ഇനി ആരുടെ ഡെഡിക്കേഷൻ എവിടെ കിടക്കുന്നു നിങ്ങൾ തീരുമാനിക്കും. അയ്യോ, ഞാൻ ഓക്കെയാണ് അവരുടെ ഡെഡിക്കേഷനിൽ. ഇവരുടെ ഒരു നമ്മള് സാധാ എല്ലാവരുടെയും സ്കിറ്റിൽ നിന്ന് ഇവരുടെ സ്കിറ്റിന്റെ ഒരു വ്യത്യസ്തത എന്താണെന്നറിയാവോ? അവരുടെ സ്റ്റൈൽ. അതെ, സ്കിറ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടൊരു മീറ്റർ വ്യത്യാസവും സംസാരിക്കുമ്പോൾ ഉള്ള ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇവർ രണ്ടുപേരും സ്കിറ്റേ അല്ല കളിക്കുന്നത്. അതെ, കാര്യം ഇത് അപ്പുറം ഇപ്പുറം ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് ഇതൊരു സിറ്റ്കോം ആയിട്ട് എടുക്കാം. അങ്ങനെയാണ് ഇവർ അഭിനയിക്കുന്നത്. അതാണ് നിങ്ങളുടെ പ്രത്യേകത. ഇത് ഇങ്ങനെ തന്നെ ചെയ്യണം, ഇതിന് മാറ്റം വരുത്തേ ചെയ്യരുത്, ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യണം. അല്ല, കൃഷ്ണരാജ് ഇതിന്റെ മുമ്പ് ദുബായ് എല്ലാം പോയി താമസിച്ച് അവിടെ അതാണ് അതിന്റെ ആ ഒരു റിയലിസ്റ്റിക് ഫീൽ ഉണ്ടായിരുന്നു. നമുക്ക് ഇനി ബാറ്ററി ചാർജ് എത്രത്തോളം കയറി എന്നുള്ളത് നോക്കിയാലോ? വാ നോക്കാം.
കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ കരനിറയെ പണമൊഴുകണ കളി 35,000 rupees ആണ് നേടിയിരിക്കുന്നത്. ശ്രീ ചേച്ചി ഞങ്ങളുടെ അറബിയാണ്. മാഫി മുഷ്കിൽ. ഹാപ്പി ആയില്ലേ? ഇനി ഇതുപോലത്തെ കണ്ടന്റുമായിട്ട് തിരിച്ചു വരണം. ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് നിങ്ങളുടെ ആ ഒരു ഡെഡിക്കേറ്റഡ് പെർഫോമൻസ് കാണാൻ വേണ്ടി. ഇതെല്ലാം എന്റെ അല്ലാതെ നമ്മളുടെ നാട്ടിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ ഖദീജാക്ക എവിടെ ഖദീജാക്ക ആൻഡ് ഗാങ് ആണ് ഇത് കൊണ്ടുവന്നത്. എനിക്ക് ശ്വേത ചേച്ചിക്കുണ്ട്. എനിക്കുണ്ടടാ, കോഴിക്കോടാണല്ലോ. നീ പകുതി അവിടെയല്ലേ? എനിക്ക് തോന്നുന്നു ആ അവിടെ ഇരിക്കുന്ന ഐറ്റംസിന്റെ പേരും അത് എന്തൊക്കെയാണെന്നുള്ളതും നമ്മുടെ ഖദീജത്താ ഒന്ന് പറഞ്ഞു തരാവോ? ഹലോ, നമസ്കാരം. ഞാൻ ഖദീജ ഷാ. നമ്മളെല്ലാവരും എത്തിയിട്ടുള്ളത് മലപ്പുറത്ത് നിന്നാണ്. അപ്പോൾ ഞങ്ങൾക്ക് ബലി പെരുന്നാളിന് അടയില്ലെങ്കിൽ പെരുന്നാളില്ല എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ ഇലയട കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പ്ലസ് നമ്മൾ ഡെലീഷ്യ ലൈവ് കേക്ക്സ് എന്നുള്ള സ്ഥാപനമുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് സ്പെഷ്യൽ ഗീ കേക്കും എല്ലാവർക്കും കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾക്കൊപ്പം നമ്മളുടെ സബി കൊണ്ടുവന്നിട്ടുണ്ട് ടീ കേക്കും. നമ്മുടെ കോക്കനട്ടിന്റെ ഒരു സ്പെഷ്യലും ഉണ്ട്. പൊന്നാനിയുടെ സ്പെഷ്യൽ ചിരട്ടമാല ഉണ്ട്. പിന്നെ നമ്മളുടെ റഫത്ത കൊണ്ടുവന്നിട്ടുള്ള ബനാന കേക്ക് ഉണ്ട്. നമ്മുടെ സരിതേച്ചി കൊണ്ടുവന്നിട്ടുള്ള സ്പെഷ്യൽ മണ്ട ഉണ്ട്. റഫത്ത കൊണ്ടുവന്നിട്ടുള്ള സ്പെഷ്യൽ ബ്രൗണി വിത്ത് സ്ട്രോബെറി ഒക്കെ ഉണ്ട് കേട്ടോ. ബോധം കെട്ട് വീണു. പിന്നെ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ കേക്ക് ബേക്ക് ചെയ്തിട്ടുണ്ട്. ഇതാരാ ബേക്ക് ചെയ്തേ? ജെസ്സി മോളെ. ആലപ്പുഴയിലെ ജെസ്സി അല്ല, മലപ്പുറത്തെ ജെസ്സിയാണിത്. അത് ആദ്യമേ പറയട്ടെ. ഇവിടുത്തെ ഐറ്റംസ് ഒക്കെ നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? പറയൂ. ആദ്യം തന്നെ ഇത് പറയൂ. ഇതെനിക്ക് ഇഷ്ടമായി. ഇത് തുറക്കലപ്പം. ഇത് തുറന്ന് എന്ത് കിട്ടും? ഇതിന്റെ ഉള്ളില് ചിക്കന്, മയണൈസ്. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് സജിന. സജിന തീരെ ഞാനൊന്ന് തുറന്നോട്ടെ. കഴിച്ചോളൂ. താങ്ക് യു. പറഞ്ഞു ചേച്ചി, ബാക്കി സാധനങ്ങളും കൂടെ പറഞ്ഞു തരാവോ? ഇത് പൊന്നാനിയുടെ സ്പെഷ്യൽ കിടുത. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഫൗസിയ ചങ്ങരംകുളം. ഇത് നമ്മുടെ മലബാറി ഐറ്റം കല്ലുമക്കായ. അത് ഉണ്ടാക്കിയിട്ടുള്ളത് സെജിന. ഇത് അതുപോലെ തന്നെ പൊന്നാനി സ്പെഷ്യൽ ബിണ്ടി അലുവ. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് റസിന പൊന്നാനി. ഇത് ബാക്ലാവ. ഇത് നമ്മുടെ തിരൂരുള്ള ഫൗസിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ചുക്കപ്പം. ചുക്കപ്പം അരിമാവ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഈ കിഴുത ഉണ്ടാക്കിയ ആള് തന്നെയാണ് ഫൗസിയ ചങ്ങരകുളം ഉണ്ടാക്കിയിട്ടുള്ളത്. ചിക്കനാണോ? അല്ല, അതിനുള്ളിൽ മധുരം തേങ്ങ. പിന്നെ ഇത് മാങ്ങ കൊണ്ട് ഉണ്ടാക്കിയ നമ്മുടെ ഷെഫ് സരിത ഉണ്ണിയപ്പം. മാങ്ങ ഫ്ലേവറില് ഉണ്ണിയപ്പം. നമ്മുടെ ഷെഫ് സരിത. സരിതയോ? അയ്യോ, സരിത ചേച്ചിയെ പറ്റി പറയുമ്പോ ഒരു 7 സ്റ്റാർ ഹോട്ടലിന്റെ ഷെഫ് കൂടിയാണ്. എടുത്തു പറയണം. കൊള്ളാം. പിന്നെ ഇത് നമ്മളുടെ സ്വന്തം കോഴിവട. കോഴിവട എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന സംഭവം. ഇത് നമ്മുടെ നെതീറാത്ത, മലപ്പുറം നെതീറാത്ത. ഓക്കെ. ഇത് കഴിക്കാൻ പോകുന്നത് തിരുവനന്തപുരത്തുള്ള അഖിൽ. മുളയരി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള നെയ്യപ്പം. മുളയരി പായസം. ബാമ്പു നെയ്യപ്പം. ബാമ്പു നെയ്യപ്പം. കൊള്ളാം. അതിൽ വെറൈറ്റി ആയിട്ട് തോന്നിയത് ഒന്ന് ആ മാങ്ങ കൊണ്ടുള്ള ഉണ്ണിയപ്പം, ആ നെയ്യപ്പമാണ്. അത് കിടിലം കേട്ടോ. ഇത്ത ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, എന്തെങ്കിലും ഐറ്റം നിങ്ങളുടെ പറമ്പിൽ ബാക്കിയുണ്ടോ? നിങ്ങൾ കറി വെക്കാത്തത് ഇതിലുണ്ടല്ലോ. പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കേക്കാണ് ഈ കോമഡി മാസ്റ്റേഴ്സിന്റെ അത് ഫ്ലേവർ ടെൻഡർ കോക്കനറ്റ്. ഇളനീരുമായി. ഇതിന് മുമ്പ് ഒരിക്കൽ നിങ്ങൾ ഇതുപോലെ മനസ്സ് നിറയെ സ്നേഹവും കൈ നിറയെ ഭക്ഷണമായിട്ടാണ് നിങ്ങൾ. പിന്നെ ഞാൻ കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്താ വെച്ചാല്, കഴിഞ്ഞ വർഷത്തില് പിന്നെ ആനിസ് കിച്ചണ് ചാനലില് ബിരിയാണി കോമ്പറ്റീഷൻ വെച്ചിട്ട് ഫസ്റ്റ് വിന്നർ ആയിരുന്നു ഞാൻ. അതിന്റെ ഒരു സന്തോഷം കൂടെയാണിത്. സൂപ്പർ. ഡബിൾ ധമാക്ക എന്ന് പറയുന്ന പോലെ. എനിവേസ് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇത്തമാരുടെ ഈ സ്നേഹം ഞങ്ങൾക്ക് എങ്ങനെ ഇത് എവിടുന്ന് തുടങ്ങും എന്ന് ആലോചിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഇവിടെ ബേക്കറി നടത്തുന്ന ആൾക്കാരുണ്ട്, ഹോം ബേക്കേഴ്സ് ഉണ്ട്. അത് മാത്രമല്ല വീടുകളിലെ ഷെഫുമാരായിട്ട് ഈ പറഞ്ഞ കുഞ്ഞു നമുക്കിപ്പോൾ സാധനങ്ങൾ വേണമെങ്കിൽ അവരോട് വിളിച്ചു പറഞ്ഞാൽ അവർ സ്നേഹത്തോടെ നമുക്ക് എത്തിച്ചു തരും. ഇനി എനിക്ക് സംസാരിക്കാൻ വയ്യ, കാരണം എനിക്കിത് കഴിക്കണം. അതുകൊണ്ട് ചേച്ചി നമുക്കൊരു കാര്യം ചെയ്യണം. ഐശ്വര്യമായിട്ട് തുടങ്ങും. ഞാൻ ഇവിടുന്ന് തുടങ്ങുകയാണ്. കേക്ക് കട്ട് ചെയ്താലോ ആദ്യം? കേക്ക് കട്ട് ചെയ്യാം. ഓക്കെ, ആദ്യം കേക്ക് കട്ട് ചെയ്യാം.
മാനത്തെ മണിച്ചിത്തത്തെ നെല്ലയിലെ മണിവളക്കിലുങ്ങണതെന്താണ് സൂര്യന് പിരിശപ്പെടും ഹിലാലിൻ സുറുമ കണ്ണിണകളിൽ എന്താണ് കിസ പറഞ്ഞൊരു കടി കിളിമോളെ നല്ല കെസ് വാടി പറത്തടി മയിലാളെ നല്ല കെസ് വാടി പറത്തടി മയിലാളെ എന്റെ ചേച്ചി ഏതറ്റത്തുനിന്ന് തുടങ്ങിയിട്ടും തീരുന്നില്ല. അവിടെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവർക്കുള്ള സന്തോഷമൊക്കെ തിരിച്ച് നമുക്ക് നൽകിയതിന് ശേഷം നമുക്ക് മെല്ലെ ഇരുന്ന് വിശദമായിട്ട് അതങ്ങ് കഴിച്ചു തീർക്കാം. നിങ്ങൾ ഇത്രയും സ്നേഹത്തോടെ ഞങ്ങൾക്ക് കൊണ്ടുവന്നപ്പോൾ തിരിച്ച് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ചെറിയൊരു സ്നേഹ സമ്മാനം തരികയാണ്. വേറെ ഒന്നുമല്ല, ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ നിങ്ങളാണ്. ചേച്ചിയുടെ അധികാരത്തിൽ ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയി. പക്ഷേ ഇന്നത്തെ ബ്രൈറ്റ്, അതായത് നമ്മുടെ വില്ലി വൈറ്റ് ദി ബ്രൈറ്റ് ആരാ ചേച്ചി? വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് വീണ്ടും നിങ്ങളാണ്. അപ്പൊ ഇനി കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടേ കൈ ഒന്ന് കഴുകണമെന്ന് തോന്നുവാണെങ്കിൽ ദാ നമ്മുടെ ക്യൂട്ടിയുടെ ഹാൻഡ് വാഷ് ഉണ്ട്, ഇത് നിങ്ങൾക്കാണ്. അപ്പൊ ചേച്ചി, ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ നമ്മുടെ ഇത്തമാരാണ്. വായോ. അങ്ങനെ കൈയൊക്കെ കഴുകിയതിന് ശേഷേ നമ്മള് സ്വീറ്റ്സ് ഒക്കെ കഴിച്ചു, ഒരുപാട് ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി പല്ലൊക്കെ തേച്ച് വേണം കിടന്നുറങ്ങാൻ വേണ്ടി. അതുകൊണ്ട് വില്ലി വൈറ്റിന്റെ ഒരു സമ്മാനം കൂടി. കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ ആ ചടങ്ങും കഴിഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ്. പ്രിയ പ്രേക്ഷകരെ, ഇനി ഞങ്ങൾ ഒന്ന് സെൽഫിഷ് ആവാൻ പോവാണ്. ഇത് മൊത്തം ഞങ്ങൾക്ക് ഒന്ന് കഴിച്ച് തീർക്കണം. അപ്പൊ ഒരു കാര്യം പറയാണ്, എന്തൊക്കെ ഫുഡ് കഴിച്ചാലും നമ്മൾ അപ്പം ബ്രഷ് ചെയ്യണം. അതുകൊണ്ട് ബ്രഷ് ബിഫോർ ബെഡ് യൂസിംഗ് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ്. ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബൈ, ഗുഡ് നൈറ്റ്.